ലഹരിയാണ് ഇന്നിപ്പോൾ കേരളം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന്. അതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോഴാണ് സംസ്ഥാനത്ത് എയർ പാഴ്സൽ വഴിയുള്ള ലഹരി കടത്ത് വർദ്ധിക്കുന്നുവെന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 7 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 3 കേസുകളും എടുത്തത് കഴിഞ്ഞ 2 മാസത്തിനിടെയാണ്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണത്തിൽ മനസ്സിലായത്? വീണ, ഇവിടെ സാധാരണ കൊറിയർ സർവീസ് വഴി MDMA പോലത്തെ സ്റ്റിക്കർ പോലത്തെ മയക്കുമരുന്നുകൾ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പോലീസിൻ്റെ എക്സൈസിൻ്റെയും എല്ലാം നിരീക്ഷണം ശക്തമായതോടെയാണ് വിദേശത്ത് നിന്നും ഇത്തരത്തിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന ഒരു സംവിധാനം സജീവമായത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിനിടെ തന്നെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 80 ഗ്രാം MDMAയും അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ജർമ്മനിയിൽ നിന്നും നെതർലൻഡിൽ നിന്നും മറ്റും എത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് ആരാണ് അയക്കുന്നതെന്നും ഇതിൻ്റെ പിന്നിൽ മലയാളികളടക്കമുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നതൊന്നും സംബന്ധിച്ച് കൃത്യതയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ആവുന്നുമില്ല. ഇവിടേക്ക് എത്തുന്നതും കള്ള മേൽവിലാസങ്ങളിലാണ്. എന്നാൽ ആ മേൽവിലാസം നൽകിയവർ അത് പോയി കൈപ്പറ്റുന്ന ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എടുത്ത കേസുകളിൽ തന്നെ വ്യക്തമായും തന്നെ മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരു തരത്തിലും വെളിച്ചത്ത് വരാത്ത രീതിയിലാണ് അയക്കുന്നവരുടെ മേൽവിലാസമോ ഇവിടെ കൈപ്പറ്റുന്നവരുടെ കൃത്യമായ ശരിയായ മേൽവിലാസമോ ഇല്ലാതെയാണ് ഇത്തരത്തിൽ അയക്കുന്നത്. ഡാർക്ക് വെബ് എന്ന ഒരു സൈറ്റ് വഴിയാണ് ഇതിൻ്റെ വിതരണവും മറ്റും നടക്കുന്നതെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി സുധീഷ്.